Under 5 minutes. Timer. ഹലോ, വെൽക്കം ടു പൊന്നീസ് ലെഷൻ ടൈം. പാനിപ്പൂരിയുടെ മത്സരമാണ് ഇന്നത്തെ. പൊട്ടറ്റോ എടുത്ത് കുക്കറിലേക്ക് ഇട്ട് നമുക്കൊന്ന് ചീറ്റിച്ചെടുക്കാം. പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം, പൊട്ടറ്റോ മാറ്റാം. പൊട്ടറ്റോ വെന്തിട്ടുണ്ട്. നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം. കുറച്ച് വാളംപുളി എടുത്ത് നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്കത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റിയെടുക്കണം, അതിൻ്റെ നീര്. പൊട്ടറ്റോ ഓരോന്നായിട്ട് നമുക്ക് തൊലി കളഞ്ഞ് പ്ലേറ്റിലേക്ക് ഇടാം. അതെല്ലാം കൂടെ ലാസ്റ്റ് നമുക്ക് ഉടച്ച് വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് ഉടച്ചെടുക്കാം കിഴങ്ങ്. മിക്സിയിൽ അടിച്ച പുളി നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ആ അരിച്ചു വെച്ച പുളിവെള്ളം തിളപ്പിച്ചെടുക്കാം. അതിനകത്തോട്ട് കുറച്ച് ശർക്കര ആഡ് ചെയ്യാം. പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിക്കാൻ പോവാണ് കേട്ടോ, തിളപ്പിച്ചെടുക്കാൻ. നമുക്കിനി ഇതിലേക്ക് ചാട്ട് മസാലയും ചെറിയ ജീരകപ്പൊടിയും കൂടെ ചേർക്കണം. അത് തിളച്ച് റെഡിയാകുന്ന സമയത്തിന് നമുക്ക് പൊട്ടറ്റോയ്ക്കകത്ത് ഇടാനായിട്ട് മല്ലിയില, പച്ചമുളക്, സവാള എല്ലാം റെഡിയാക്കി എടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ചാട്ട് മസാല ചേർത്തു. ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഇന്ദുപ്പ് ചേർത്ത് 1/2 സ്പൂൺ ഇന്ദുപ്പ് ചേർത്ത് കൊടുത്തു. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ലിക്വിഡിന് നല്ല ടേസ്റ്റും നല്ല മണവുമാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് അല്പം മുളക് പൊടി, ഒരു നുള്ള് ജീരകപ്പൊടി, ഒരു സ്പൂൺ ചാട്ട് മസാല, 1/2 സ്പൂൺ ഇന്ദുപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാനിപ്പൂരി നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടാണിത്. പൊട്ടറ്റോ, മല്ലിയില, സവാള, ചാട്ട് മസാല, അല്പം മുളക് പൊടി, ഒരല്പം ഇന്ദുപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് തൃപ്തിയോടെ കഴിക്കാൻ പറ്റും, കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് കഴിക്കുക? ചിലർ നന്നായിട്ട് ഉണ്ടാക്കുമെങ്കിലും നമ്മളുണ്ടാക്കി കഴിക്കുന്ന പോലെ ആവത്തില്ലല്ലോ. ഏതായാലും ഈ മസാല മിക്സ് ആണ് ഇത്. ഇനി അടുത്ത് നമ്മൾ ആ ഗ്രീൻ വെള്ളം തയ്യാറാക്കാൻ പോവുകയാണ്. അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതാണ് ബോൾസ്. മത്സരിക്കാനുള്ള അംഗങ്ങൾ കൂടി വരുന്നു. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് മത്സരിക്കാനുള്ള ആൾക്കാരെല്ലാം കൂടി വരികയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ് പാനിപ്പൂരി മത്സരം.
എന്നാ എന്താ മത്സരത്തിന് തയ്യാറായി ഇരുന്നോളൂ. തീറ്റ മത്സരമായതുകൊണ്ട്, അത് പാനിപ്പൂരി മത്സരമായതുകൊണ്ട് സൂക്ഷിച്ചു. പിന്നെ പോയല്ലോ. അതങ്ങ് ഉരുണ്ട് പോവുക. കയ്യിൽ പോലും നിൽക്കുന്നു. അത് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്ത പുതിനയിലയും മല്ലിയിലയും എല്ലാം കൂടെ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രീൻ വെള്ളം. ഇനി അതിലേക്ക് അല്പം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. നല്ല ജീരകപ്പൊടി അല്പം ചേർത്ത് കൊടുക്കുക. ഒരു അര സ്പൂൺ നല്ല ജീരകപ്പൊടി. അര സ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ വലിയ സ്പൂണല്ല കേട്ടോ, ചെറിയ സ്പൂണിനാണ്. ഇനി അല്പം ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് പൂരി തയ്യാറാക്കി എടുക്കാം. തവ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനിപ്പൂരി ബോൾസ് തയ്യാറാക്കാൻ പോവാണ്. കണ്ടോ, ഇതാണ്. കണ്ടോ, ആദ്യം പൊട്ടറ്റോ ഫില്ല് ചെയ്ത് വയ്ക്കുക എല്ലാവരും. മത്സരം ആരംഭിക്കാൻ പോണു. ആ സൈഡിലാണ് എൻ്റെ. ശരി, പറഞ്ഞോ. ആദ്യം പൂരിക്കകത്ത് നമുക്ക് പൊട്ടറ്റോ ഫില്ല് ചെയ്ത് വയ്ക്കാം. പൊട്ടറ്റോ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം അത് ലിക്വിഡ് അതിനകത്ത് പൂരി തിന്നുന്ന അങ്ങനെ ഏറ്റവും കൂടുതൽ തിന്നുന്ന അച്ഛയാണ്. 5 minutes അത്ര ഉള്ളൂ. ഇത് സ്ക്വിഡ് ഗെയിം എന്ന് വിചാരിച്ചോ. ഇത് സ്ക്വിഡ് ഗെയിം എന്ന് വിചാരിച്ചോ. അപ്പോഴത്തേക്ക് ഇത്ര ഇന്റൻസിറ്റി അമ്മ ലൂസറിന് തലയിലേക്ക് വരും. ഒന്നുമില്ല. റെക്കോർഡിംഗ് കാണിക്കുന്നു. ആൾ കാണിക്കുന്നില്ല, കാണിക്കുന്നു. പിക്ചർ കാണിക്കുന്നുണ്ടോ? പതുക്കെ ടച്ച് പതുക്കെ ഇങ്ങനെ പതുക്കെ കൊണ്ടിടല്ലേ. ആ പിക്ചർ കാണിക്കുന്നു. റെക്കോർഡിംഗ് ഇത്. വെള്ളം ഒഴിക്കുന്നത് മുക്കിയെടുത്തോ.
മുക്കുന്നല്ലേ നടുക്കോട്ട് പോയി പക്ഷെ അപ്പൊ അമ്മ എന്ത് ചെയ്യും? അഞ്ചെണ്ണത്തിൽ ഇങ്ങോട്ട് നീങ്ങി. നടുക്കോട്ട് പോയി എടുക്കുന്നല്ലേ? ഇങ്ങനെ പോയി ലൈനായിട്ട് പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ലൈനോട് ഇതിവിടെ നടുക്കെടുക്കും ഇത് മാറ്റിക്കും പിന്നെ ത്രീ നോക്കി നോക്ക് പിക്ചർ വേണം. അതെ കാണാവോ ആ വേണം. ശരി ഓക്കെ 1 2 3 പറ ഞാനാ പറയുന്നത് 1 2 3 സ്റ്റാർട്ട്. അറിയില്ല കേട്ടോ. ചിക്കൻ അച്ഛമ്മയ്ക്ക് വേണം. അച്ഛമ്മയ്ക്ക് 4 അച്ഛക്ക് 3 സുഗീതാനിക്ക് 2. അയ്യോ സുഗീതാനിക്ക് 3 അച്ഛക്ക് 4 അച്ഛമ്മയ്ക്ക് 6 7. മൂന്നായിട്ട് ഇപ്പൊ 4 ഇപ്പൊ 5 ആയിരുന്നു. അയ്യോ അച്ഛമ്മയ്ക്ക് ശ്വാസം മുട്ടി ഇരിക്കണ്ട് 8 അച്ഛമ്മയ്ക്ക് മറ്റോ അച്ഛക്ക് 7 ആണ്. 6 ഇതാണെങ്കിൽ 5. ഒന്നുകൂടി കഴിഞ്ഞാൽ 16 ഉണ്ട് ഇപ്പൊ അച്ഛമ്മയുടെ ലാസ്റ്റ് അച്ഛക്ക് 7. ഇത് 7 അതിന്റെ. അച്ഛക്ക് എത്ര ഇപ്പൊ ഇപ്പൊ 8. അച്ഛമ്മക്ക് 12. ഗീതാന്റിക്ക് എക്സ്ട്രാ അച്ഛക്ക് എക്സ്ട്രാ ഞാൻ 13 അച്ഛമ്മക്ക് 13. അവിടെ പോസാണോ നോക്ക് പോസാണോ നോക്ക് ഒന്ന് പോസാണോ നോക്ക് പിന്നെ ഡോണ്ട് ടച്ച് പിക്ചർ ആണെങ്കിലില്ല ഓണാക്ക് ഓണാക്കി. ടൈമർ കഴിയാണോ? ഞാൻ പറയും തിന്നാൻ പോലെ എനിക്ക് കേട്ടോ എക്സ്ട്രാ 15. ആ ഞാൻ ഹലോ ഞാൻ 16 കഴിഞ്ഞു 17 കംപ്ലീറ്റ് 17 18 പോസാണോ നോക്ക് പോസ് ഇങ്ങോട്ടേ വേറെ നോക്കുന്നേ 13 അച്ഛ 58 seconds ഉള്ളൂ. ആർക്കാ ലോവസ്റ്റ് കിട്ടുന്ന അവൾ കളിക്കിട്ട് ആർക്കാ ലോവസ്റ്റ് കിട്ടുന്ന അവൾ അച്ഛൻ 20 അച്ഛൻ 21 അച്ഛൻ 20 അച്ഛൻ 21 എടുത്തു. അച്ഛൻ 21 എടുത്തു.
അച്ഛൻ 21 തിന്നു 21 അച്ഛന് സൈഡ് ചെയ്തിട്ട് 21 21 ഇല്ലാണ്ട് സുഗീതന് 22 21 22 ആ സുഗീതന് ചത്ത 22 22 22 22 ഓ ആ പഴക്കം വരുമോ 22 22 ഇരുപത്തൊന്ന് ഇരുപത്തി 23 22 ഇരുപത്തൊന്ന് 23 5 4 3 22 23 ആ സ്റ്റോപ്പ് 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 ഒരെണ്ണത്തിന് വ്യത്യാസം അമ്മ 23 22 Who got more spoons? Actually, 1, 2, 3, 4, 5, 6, 7, 8, 21. വയറ് അറിഞ്ഞിട്ട് അച്ഛക്ക് എത്രയാ? അച്ഛക്ക് എത്രയായിരുന്നു? 22. ഓ അച്ഛൻ കഴിക്കും